തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത ആശയവുമായി മുൻ വില്ലേജ് ഓഫീസർ AS മുഹമ്മദ്. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്ക്, പീരുമേട് താലൂക്ക് എന്നിവിടങ്ങളിലെ 15ഓളം പഞ്ചായത്തുകളിൽ മത്സരിക്കുന്ന ദേശീയ പാർട്ടി മുതൽ സ്വതന്ത്രർ വരെയുള്ള 250ഓളം സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളാണ് മുഹമ്മദ് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളെ വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നം മനസ്സിലാക്കുവാനും കുട്ടികളുടെ പൊതു അറിവ് അളക്കാനും വേണ്ടി വണ്ടൻപതാലിൽ പോസ്റ്റർ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്ക്, ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്ക് എന്നിവിടങ്ങളിലുള്ള ഏകദേശം 8ഓളം പഞ്ചായത്തുകളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ഓഫീസുകൾ കയറി ഇറങ്ങി ഏകദേശം 250ഓളം സ്ഥാനാർത്ഥികളുടെ സംഗമ പോസ്റ്ററാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊച്ചുകുട്ടികൾ വായിക്കുവാൻ പ്രയാസപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥികളുടെ പേരുകൾ മുഴുവൻ അവർ മനസ്സിലാക്കുക, എത്ര ആൾക്കാർ നമ്മുടെ ഇവിടെ മത്സരിക്കുന്നുണ്ട് എന്നറിയുക. കേരളത്തിൽ മൊത്തം 75,005ഓളം സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലും പീരുമേട് നിയോജകമണ്ഡലത്തിലുമായി ഏകദേശം 500ഓളം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതായിട്ടും നമുക്കറിയാം. ഇവരുടെ എല്ലാം ഫോട്ടോകൾ സംഘടിപ്പിക്കാൻ നമ്മൾ നോക്കിയിട്ടും നമുക്ക് കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, കോരുത്തോട്, കൂട്ടിക്കൽ, പൂഞ്ഞാർ തെക്കേക്കര, കോരുത്തോട്, പാറത്തോട്, എരുമേലി, കാഞ്ഞിരപ്പള്ളി എന്നീ പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥികളുടെ ഫോട്ടോകളാണ് ഇവിടെ ശേഖരിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് പുതിയ അറിവുകൾ ആൾക്കാരെ അറിയിക്കുക. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ റിസൾട്ട് പറയുന്ന ആൾക്കാർ, ഏറ്റവും കൂടുതൽ ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന ആൾക്കാരിൽ ആരൊക്കെ വിജയിക്കും എന്ന് പറയുന്ന ആൾക്കാർക്ക് നമ്മളൊരു പ്രൈസും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാനും നമ്മുടെ വണ്ടൻപതാലിലെ കരാട്ട ഇൻസ്ട്രക്ടർ ശ്രീ രാജ്മോഹനും കൂടി ഈ ഓഫീസുകൾ മുഴുവൻ ഏകദേശം 400ഓളം കിലോമീറ്റർ യാത്ര ചെയ്താണ് മൊത്തം ഈ പോസ്റ്ററുകളെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു മാനസിക അവസ്ഥ ഉണ്ടാക്കുവാനും ഒരു സന്തോഷം ഉണ്ടാക്കുവാനും വേണ്ടിയുള്ള ഒരു കടന്നു കൈയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കെട്ടിടത്തിന്റെ ഭിത്തിയിൽ നിരത്തി ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിജയികളെ പ്രഖ്യാപിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനവും ഒരുക്കിയിട്ടുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ബൂത്ത് ഓഫീസുകൾ സന്ദർശിച്ചാണ് പോസ്റ്റർ ശേഖരിച്ചത്.